ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തുമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്നിധാനത്തു വെച്ച് ഈ മാസം 22-ന് കാണാൻ അനുമതി ലഭിച്ചു. കവർച്ചയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ധരിപ്പിച്ചു കഴിഞ്ഞു. അന്വേഷണം വേണമെന്ന തങ്ങളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ അവഗണിച്ചു. വിവരാവകാശ രേഖകൾക്കായുള്ള ചോദ്യങ്ങൾ പോലും സംസ്ഥാന സർക്കാർ അവഗണിച്ചു. പോലീസ് അകമ്പടിയോടെയാണ് കവർച്ച നടന്നതെന്നും SJR കുമാർ പറഞ്ഞു. So, moreover that I told you, now we are meeting the Honorable President of India on 22nd at Shabarimala itself. So, we have got an appointment already. Today morning I got a reply from the President's office asking the clearance for a meeting. So, there when we meet again, so that means all top heads of state are, we have an opportunity to explain all these things. So, and actually I am very thankful to the President of India to allow us to meet at Shabarimala itself, so that then and there we can show everything and with all the proofs and things like that. So there is a great opportunity we are getting, and of course I think with the President's knowledge also some action will be definitely there. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നു. ശ്രീ പ്രദീപ് പിള്ള, SJR കുമാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ശബരിമല കർമ്മസമിതി ശബരിമലയിലെ ഏതൊരു പ്രശ്നവും അത് ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സത്വര ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ശബരിമല കർമ്മസമിതി. നോക്കൂ, രാഷ്ട്രപതി ദ്രൗപദി മുർമു വരുന്നുണ്ട്. കൃത്യമായിട്ട് ഇതിനകം തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പോലീസ് അകമ്പടിയോടെയുള്ള സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് കൃത്യമായിട്ട് SJR കുമാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് CBI അന്വേഷണം. അതിനൊക്കെ ഉപരിയായിട്ട് കേന്ദ്രം ഇതിലെങ്ങനെ ഇടപെടണം, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, അതൊക്കെ അറിയിക്കാൻ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ, അത് പെട്ടെന്ന് ഉടൻ തന്നെ ഇടപെടുന്ന വിധത്തിൽ ഉള്ള ഒരു കാര്യം രാഷ്ട്രപതിയെ ധരിപ്പിക്കാൻ വേണ്ടി ആണ് രാഷ്ട്രപതിയെ നേരിട്ട് കാണുന്നത്. ദ്രൗപദി മുർമു ശബരിമലയിൽ എത്തുന്നുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് രാഷ്ട്രപതി അറിയിച്ചിട്ടുണ്ട്. ഇനി രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തുക, ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തായാലും ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് സുഗമമായിട്ട് നടക്കുന്നു എന്ന് തന്നെയല്ല മനസ്സിലാക്കേണ്ടത്. അതെ, അനിൽ നമ്പ്യാർ, ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ദേശീയ നിർവാഹക സമിതി യോഗം മുംബൈയിൽ ചേർന്നിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി. അതിനുശേഷം മുംബൈയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ശബരിമല കർമ്മസമിതി കൺവീനറും ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ അധ്യക്ഷനും കൂടിയായ ശ്രീ SJR കുമാർ ഇക്കാര്യം അറിയിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണാൻ ശബരിമല കർമ്മസമിതി അനുമതി തേടിയിരുന്നു. ഈ അനുമതി കഴിഞ്ഞ ദിവസം ലഭിച്ചു എന്നാണ് ശ്രീ SJR കുമാർ പറയുന്നത്. സന്നിധാനത്ത് രാഷ്ട്രപതി ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന വേളയിൽ തന്നെ സന്നിധാനത്ത് വെച്ച് തന്നെ കാണാനുള്ള അനുമതി ലഭിച്ചു. ഇത് ഏറെ അനുഗ്രഹകരമാണ് എന്ന് ശ്രീ SJR കുമാർ പറഞ്ഞു. കാര്യം അവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു സാഹചര്യമുണ്ടാവും. വിവിധ ആവശ്യങ്ങളും നമ്പ്യാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വിവിധ ആവശ്യങ്ങൾ ശബരിമല അയ്യപ്പ സേവാ സമാജം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് യഥാർത്ഥ അക്രമികളെ കണ്ടെത്താൻ, യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ, ഈ ശബരിമലയെ സ്വർണ്ണക്കവർച്ചയിലെ കുറ്റവാളിയെ കണ്ടെത്താൻ സമഗ്രമായ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ നിലവിലുള്ള ദേവസ്വം മന്ത്രി ഉടൻ തന്നെ രാജിവെക്കണം. ഭരണപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടെയുള്ള ഈ വിവരങ്ങൾ, തട്ടിപ്പിൻ്റെ ക്രമക്കേടിൻ്റെ വിവരങ്ങൾ മറച്ചു വച്ചതിനും ഭരണപരമായ പരാജയത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉടൻ പിരിച്ചുവിടണം എന്നാണ് ആവശ്യപ്പെടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട ശേഷം ക്ഷേത്ര ഭരണം വിശ്വാസികളുടെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മാതൃക സ്വീകരിച്ച് വിശ്വാസികളുടെ പ്രതിനിധികൾ, നിയമ വിദഗ്ധർ, വിരമിച്ച ജുഡീഷ്യൽ ഓഫീസർമാർ, അതുപോലെ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയുള്ള ഒരു സമിതിയെ ക്ഷേത്രങ്ങളുടെ ഭരണം ഏൽപ്പിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മുൻ ദേവസ്വം മന്ത്രിമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ തുടങ്ങി 2018 മുതലുള്ളവരെ
അന്വേഷണ വിധേയരാക്കണം. അവർക്ക് അവിടെ നടന്ന ഈ കെടുകാര്യസ്ഥതയിലും തട്ടിപ്പിലും ക്രമക്കേടിലും കവർച്ചയിലും എന്തെങ്കിലും പങ്കുണ്ടോ, വീഴ്ചയുണ്ടോ, അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മറച്ചുവയ്ക്കലോ ഒളിച്ചുവയ്ക്കലോ ഉണ്ടായിട്ടുണ്ടോ, ഈ കവർച്ച സംബന്ധിച്ച വിവരങ്ങൾ ഇതെല്ലാം അന്വേഷിക്കാൻ ഇവരെ അന്വേഷണ വിധേയരാക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ശക്തമായി ആവശ്യപ്പെടുകയാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ക്ഷേത്ര സ്വത്തുക്കളുടെ സുരക്ഷിതത്വവും ക്ഷേത്ര സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നില്ല എന്നും ഉറപ്പാക്കണം. ശബരിമലയിലെ മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ അടക്കം വിവിധ ദേവസ്വം ബോർഡുകളുടെ ഭരണത്തിന് കീഴിലിരിക്കുന്ന ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര സ്വത്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെയും ഓഡിറ്റുകളുടെയും എല്ലാ വിവരങ്ങളും പൊതുജന സമക്ഷം അത് സമർപ്പിക്കണം. അങ്ങനെ മാത്രമേ വിശ്വാസികളുടെ വിശ്വാസവും അതുപോലെ തന്നെ സുതാര്യതയും ഉറപ്പാക്കാൻ കഴിയൂ. അതുപോലെ തന്നെ ക്ഷേത്ര നടത്തിപ്പിൻ്റെ പരിപാവനതയും അങ്ങനെ മാത്രമേ ഉറപ്പാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന് ഉള്ളത്: അയ്യപ്പനെ സേവിക്കുക, അയ്യപ്പൻ്റെ വിശ്വാസികളെ, അയ്യപ്പ ഭക്തരുടെ സേവനം ഉറപ്പാക്കുക തികഞ്ഞ വിനയത്തോടുകൂടി. അതുപോലെ തന്നെ ശബരിമലയുടെ പരിപാവനത ധൈര്യത്തോടുകൂടി, സധൈര്യം ഉറപ്പാക്കിക്കൊണ്ട് അയ്യപ്പ ധർമ്മത്തിൻ്റെ സന്ദേശം ഭാരതത്തിലെമ്പാടും എത്തിക്കുക എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ എന്നാണ് ശ്രീ SJR കുമാർ ചൂണ്ടിക്കാട്ടുന്നത്. അതല്ലാതെ രാഷ്ട്രീയവും രാഷ്ട്രീയ കളികളിലും ഈ വിശ്വാസത്തെയും ആരാധനയെയും ആചാരങ്ങളെയും വലിച്ചിഴയ്ക്കാൻ ആവില്ല എന്നും ശ്രീ SJR കുമാർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും രാഷ്ട്രപതിയെ കാണാൻ ഉള്ള അനുമതി ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപിള്ള, ശബരിമല സന്ദർശനം, രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. പക്ഷേ കൃത്യസമയത്ത് തന്നെയാണ് രാഷ്ട്രപതി എത്തുന്നത്, അല്ലേ? നോക്കൂ, ഇങ്ങനെ ഒരു വിവാദം ആളിക്കത്തുന്ന സമയത്താണ് ഹൈന്ദവ സംഘടനകളെല്ലാം പ്രതിഷേധത്തിലാണ്. അവർ ഒരിക്കൽ കൂടി തെരുവിലിറങ്ങേണ്ടി വരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് രാഷ്ട്രപതി എത്തുന്നത്. അപ്പോൾ രാഷ്ട്രപതിയെ ശബരിമലയിൽ വെച്ച് തന്നെ ഇതിൻ്റെ ഒരു ഗൗരവം, ഈ പ്രശ്നത്തിൻ്റെ, ഈ സ്വർണ്ണക്കടത്തിൻ്റെ ആ ഗൗരവം നേരിട്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രപതിയുടെ സന്ദർശനം നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാളായി ചർച്ചയിലുള്ളതാണ്, പരിഗണനയിലുള്ളതാണ്. ഇക്കാര്യത്തിൽ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം എന്നുള്ള അന്വേഷണങ്ങൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് കൃത്യമായ തീയതി തീരുമാനിക്കുകയും രാഷ്ട്രപതി വരുന്നു എന്നറിയുകയും ചെയ്തത്. പക്ഷേ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ ഇത് വരുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ സ്ഥിരമായി പോകുന്നതും അല്ലാത്തവരുമായ വിശ്വാസികളുടെ, ഭക്തരുടെ വികാരം കാര്യമായി വ്രണപ്പെട്ടിരിക്കുന്ന, ഒരുപക്ഷെ ഭക്തജന സമൂഹം ഒന്നടങ്കം ഞെട്ടലോടെ കേൾക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വത്തുക്കൾ, അയ്യപ്പൻ്റെ ആഭരണം, അയ്യപ്പൻ്റെ സ്വർണം ഒക്കെ പച്ചയായ കവർച്ച, യാതൊരു തരത്തിലുള്ള ഒരു ഡൈല്യൂഷനും അതിൽ വേണ്ട കവർച്ച തന്നെയാണ് നടന്നിരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വത്ത് കവർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും തട്ടിപ്പുകാരല്ല, ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘത്തിൻ്റെ അറിവോടെ, അവരുടെ അനുമതിയോടെ, അവരുടെ ഒരു പങ്കോടുകൂടി നടന്നിരിക്കുന്നു. ആസൂത്രിതമായി കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്.